അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും ഭർത്താവങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മല്ലി വറക്കുക കേട്ടോ. മല്ലി വറക്കണമൊക്കെ കുറേ വട്ടം എടുത്തിരുന്നു. പിന്നെയും മഴക്കാലല്ലേ, അപ്പോൾ മല്ലി വറക്കുന്നത് എങ്ങനെയാണ് കാണിച്ചത്. മല്ലിയൊക്കെ നല്ലോണം ചേരിച്ചെടുത്ത് തുടച്ച് അപ്പോൾ കഴുകാൻ പറ്റൂലല്ലോ, മഴക്കാലല്ലേ. അപ്പോൾ മഴക്കാലത്തേക്കൊന്നും നമ്മൾ മല്ലിപ്പൊടി ഇട്ടൊക്കെ 2-3 മാസമൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാട്ടോ മഴക്കാലത്ത് മല്ലിയൊക്കെ മേടിച്ചിടുന്ന് നല്ലോണം നല്ല മല്ലി കേട്ടോ, മഴയിലല്ല പുറത്തുനിന്ന് വെച്ചാൽ നല്ല മല്ലിയാണ്. അപ്പം അതിലൊരു കച്ചറി ഒന്നുമില്ലൊക്കെ നോക്കി ചെറുക്കി ആ കരുവേപ്പിൻ്റെലൊക്കെ നമ്മളോടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടോ വറക്കണം. ഇനിയിപ്പോൾ ഇതിൽ നല്ല ഒന്നിതായ ഒരു മുരിയനായ അപ്പോൾ അതെടുത്ത് മാറ്റി. എന്നിട്ട് അതിൽ ഞാൻ ലേശം പെരുംജീരകം ഒന്ന് ഇടും. അപ്പോൾ അതൊന്ന് പൊട്ടിയതിന് ശേഷം നല്ലോണം മല്ലി ആയ നമുക്ക് ഇത് മാറ്റിയേക്കാം. പിന്നെ മുളകും കേട്ടോ, അതും വറുത്തിടും. ഒന്ന് ചൂടാക്കണം. അപ്പോൾ അതാണ് അപ്പം മല്ലിപ്പൊടി കഴിഞ്ഞേക്കും. അപ്പോൾ ഞാൻ ഇന്നലെ വറുക്കുക. അപ്പോൾ വെയിൽ നോക്കിയിട്ടൊന്നും കാര്യമില്ല, അത് എടുക്കാനും കുടിക്കാനും കിട്ടുന്നുണ്ട്. ഒരു കഴുകിയാൽ നമ്മൾ ആകെ ഇടങ്ങറാവും. അപ്പോൾ ഇങ്ങനെ കഴുകണില്ല കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കണപ്പോൾ കഴുകലില്ലല്ലോ. അപ്പോൾ വേനൽക്കാലൊക്കെ എനിക്ക് നമുക്കൊന്നും കഴുകിയില്ല. അപ്പോൾ അതാ അപ്പം ഞാൻ ഇതൊക്കെ വറുത്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ മല്ലി ഈ കറിവേപ്പിൻ്റെ ഇട്ടു. ഇനി ഞാൻ ലേശം പെരുംജീരകം ഇടണം. അപ്പോൾ കേട്ടോ മല്ലിയൊക്കെ വറുക്കൽ കഴിഞ്ഞു. അപ്പം നല്ലോണം കണ്ട നല്ല മുരിഞ്ഞിക്കുന്നു. ഉണ്ടോ നല്ല പൊടിയിൽ ഇങ്ങനെ വറക്കുമ്പോൾ തന്നെ കയ്യിലാണ് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. മുളകും ചൂടാക്കി അതിൻ്റെ മൂടൊക്കെ പൊട്ടിക്കട്ടെ. അതിൻ്റെ ഇതങ്ങനത്തെ അതില്ല കണ്ട് കുറേ പൊട്ടിച്ചോലെ കേട്ടോ. ആ തോനെ അങ്ങനെ ആകുമ്പോൾ എന്തോ പോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പൊട്ടിക്കണിരുന്നിട്ട് പൊട്ടിക്കും. കവറിലേക്ക് ആക്കുകയാണ്. അപ്പോൾ നിലത്ത് ഞാൻ പേപ്പറും മുറവും വെച്ചിട്ട് അതിലേക്ക് വറുത്തിട്ടു കേട്ടോ, ഒന്ന് ചൂടാക്കി. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ നല്ല മുരിങ്ങനെ നമുക്ക്. അപ്പോൾ ഇപ്പോൾ കല്ലും കട്ടൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഒക്കെ ഇതാക്കട്ടെ. അപ്പോൾ ഇതട്ടോ ഇതൊക്കെ പൊടിച്ച് കാക്കൊക്കെ കൊടുന്ന് വെച്ചിട്ട് ഇതട്ടോ മുളക് പൊടിച്ചു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം പാത്രത്തിലാക്കാൻ. ഇതട്ടോ മല്ലിയൊക്കെ നല്ല മണം കേട്ടോ ഇങ്ങനെ പിന്നെ കൊടുക്കാൻ. പിന്നെ ഇതാ ഗോതമ്പപ്പൊടി കേട്ടോ. പിന്നെ ഇത് അരി ഒക്കെ ഈ 2 കിലോനൊക്കെ ആക്കിയിട്ട് ഇത് 2 കിലോനോ മറ്റേത് കുറേശ്ശെ പൊടിച്ചിക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് പിന്നെ പൊടിക്കാമല്ലോ. ഇത് ഗോതമ്പ്. അപ്പം നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പം ഇന്ന് ഇതായിരുന്നു കേട്ടോ പണി. ഇത് വറക്കലും എന്താ പറയുക ചേറിപ്പെറുക്കലും കഴുകിയ ഉണങ്ങൂല വെച്ചിട്ട് അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടാണ് പൊടിച്ചിരിക്കണത്. അപ്പം മഴക്കാലത്ത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിക്കണല്ലോ. അന്ന് ഞാൻ മുളകും മല്ലിയൊക്കെ പൊടിക്കണത് ഒക്കെ ചേറിപ്പെറുക്കി തുടക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ വറക്കുക. നല്ലോണം വറുത്തിട്ട് ഞാൻ അല്ലെങ്കിലും വറക്കൂട്ടോ, ഉണക്കിയിട്ടായാലും ഞാൻ വറക്കലുണ്ട്. പിന്നെ ഇതാ നല്ല ഗോതമ്പ് കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ ഏട്ടത്തിൻ്റെ കാർഡിന് മേടിച്ചിരുന്നു നല്ല ഗോതമ്പ് കേട്ടോ. അപ്പം തന്നെ നമ്മൾ ഒറിജിനൽ ഉണ്ടാക്കി തിന്നാണ്. അതാ നാളെ വേറെ രീതിയായിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.